പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് 33 മണിയും ജപം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു അത്ഭുത പ്രാർത്ഥനയാണ്. നമ്മുടെ കർത്താവ് ഈശോമിശിഹ 33-ാം വയസ്സിലാണ് മരണമടഞ്ഞത്. കർത്താവ് ഈശോമിശിഹായുടെ മഹത്വത്തിനായും ഈശോയുടെ അത്ഭുത പീഡാനുഭവ സ്വരൂപത്തിൻ്റെ വണക്കവർദ്ധനവിനായും ഈശോ നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 9 മുതലുള്ള വചനം. സ്വർഗീയ പിതാവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥന 33 പ്രാവശ്യം, ഒരു ദിവസം 33 പ്രാവശ്യം ചൊല്ലി 33 ദിവസം നമ്മൾ നിയോഗം വെക്കുമ്പോൾ ഏകദേശം ഒരു 8 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് അനുഭവം കിട്ടിത്തുടങ്ങും, അനുഗ്രഹം കിട്ടിത്തുടങ്ങും, അടയാളങ്ങൾ കാണാൻ തുടങ്ങും. കാരണം വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചാൽ. നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്നും സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തോടുകൂടി ഈ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ടെന്ന് നമുക്കറിയാം. നമ്മളെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ മുറിപ്പെടുത്തിയവർ, വ്രണപ്പെടുത്തിയവർ നമ്മുടെ ചുറ്റിനുമുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്. അവരെ ഈശോയെ പ്രതി ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി മനസ്സുകൊണ്ട് ക്ഷമിച്ച് ഹൃദയത്തിൽ ഈശോയ്ക്ക് എല്ലാം വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാനുള്ള കൃപ ആദ്യം തന്നെ നമുക്ക് ചോദിച്ച് മേടിക്കാം. ഈ 33 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സത്യദൈവമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുവാൻ കൃപ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സത്യമനുഷ്യനായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുവാൻ കൃപ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സത്യരക്ഷിതാവായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിപ്പിക്കുവാൻ കൃപ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലി അനുഗ്രഹം സ്വന്തമാക്കി അനേകം സാക്ഷ്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇന്ന് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കി വെച്ച് അനുഗ്രഹം നേടി അനേകരിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് അവരെയും ദൈവാനുഭവത്തിലേക്ക് ഈശോ പഠിപ്പിച്ച സത്യസന്ധമായ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ സ്വരത്തിലൂടെ, നമ്മുടെ ഫോണിലൂടെ, നമ്മുടെ വാട്സപ്പിലൂടെ അനേകരിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നല്ലൊരു ദൂത് ഈ പ്രാർത്ഥനയിലൂടെ നമുക്കും അഭിഷേകത്തോടുകൂടി ലോകം മുഴുവൻ എല്ലാ മക്കളിലേക്കും പകർന്നു കൊടുക്കാൻ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.